ഇപ്പോൾ VS ശിവകുമാർ തിരുവനന്തപുരം ഇത്തവണ ഒരു പുതിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അരുവിക്കരയിലെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചത് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി. അതിലുപരിയായി കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം, ആഗ്രഹം എല്ലാം ജനങ്ങളുടെയും മനസ്സിലുണ്ടായി. അപ്പം അതുകൊണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങൾ മറ്റു ചിന്താഗതികളൊന്നുമില്ലാതെ തന്നെ പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ എന്ത് ഘടകമാണ് കാണുന്നത്? കാരണം വെച്ചാൽ സമഗ്രമായ വികസനം അരുവിക്കര നടപ്പിലാക്കിയെന്നാണ് LDF കാൻഡിഡേറ്റ് അവകാശപ്പെടുന്നത്. അതിൻ്റെ ഒരു പത്രികയൊക്കെ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് താൻ ജയിക്കും എന്നാണ് പറയുന്നത്? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ വികസനം മുരടിപ്പാണോ ചൂണ്ടിക്കാണിച്ചത്? എന്തുകൊണ്ടാണ് അരുവിക്കര തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നത്? അരുവിക്കരയിൽ ഞാൻ തിരുവനന്തപുരത്ത് ജനപ്രതിനിധിയായിരുന്ന ആളാണ്. 10 വർഷക്കാലം MLA ആയിരുന്നു. അപ്പൊ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ കാണുന്ന വികസനം വലിയ ആത്മവിശ്വാസമാണ് VS ശിവകുമാറിന്. ആര്യനാട് മണ്ഡലമായിരിക്കുമ്പോൾ G കാർത്തികേയൻ തുടർച്ചയായി ജയിച്ച അരുവിക്കര, പിന്നീട് G കാർത്തികേയന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ K ശബരിനാഥൻ വിജയിച്ചു. അതിന് ശേഷം 2021 G സ്റ്റീഫൻ വിജയിച്ചതാണ്. സ്റ്റീഫനിൽ നിന്ന് തിരിച്ചുപിടിക്കാനാണ് ഇത്തവണ VS ശിവകുമാർ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചിത്രം വളരെ കൗതുകമാണ്. ഞാൻ നേരത്തെ പ്രേക്ഷകരെ എങ്ങനെയാണ് മാതൃഭൂമി ന്യൂസ് ഈ ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു.